സ്നേഹബഹുമാനപ്പെട്ട വികാരിയച്ച വചന പ്രഘോഷണ സംഘത്തിലെ സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, നമ്മൾ ഈ സന്ധ്യയിൽ ഈ ഇടവകക്കാരെല്ലാവരും ഒരുമിച്ച് കർത്താവിൻ്റെ വചനം കേൾക്കുവാനും ആ വചനത്തിൽ നമ്മളുടെ വിശ്വാസത്തിൻ്റെ ആഴം പരിശോധിക്കുവാനുമായിട്ട് ഒന്നിച്ച് കൂടിയിരിക്കുകയാണല്ലോ. രണ്ടാം വത്തിക്കാൻ സുനകദോസിൻ്റെ ജൂബിലി വർഷം കൂടിയായ ഈ വർഷത്തിൽ കൗൺസില് ആഗ്രഹിക്കുന്ന വിധത്തിൽ ദൈവവചനത്തോട് ബന്ധപ്പെടാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. കൗൺസില് നമുക്ക് നൽകുന്ന ഒരു ചിന്ത, ദൈവജനത്തിന് വിശുദ്ധ ലിഖിതം എന്ന് പറയുന്നത് പോഷകാഹാരമാണ്. ഒരു മനുഷ്യൻ സാധാരണ ഭക്ഷണം കഴിക്കുന്നത് പോലെ നമുക്ക് ദൈവത്തോടുള്ള ബന്ധം ഉറപ്പുവരുത്താനായിട്ടുള്ള ഭക്ഷണമാണ് വിശുദ്ധ ലിഖിതം. ദൈവവചനം പൊതുവിലും വിശുദ്ധ ലിഖിതം പ്രത്യേകിച്ചും. ആ എഴുതപ്പെട്ട തിരുവചനങ്ങളെക്കുറിച്ചുള്ള പ്രഘോഷണങ്ങളാണ് ഈ സന്ധ്യയിൽ നമ്മളുടെ പ്രഘോഷകരിൽ നിന്ന് നമുക്ക് കേൾക്കുന്നത്. ഫ്രാൻസിസ് അസീസി ഒരിക്കൽ ഒരു വചന പ്രഘോഷണം കേട്ടുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ഒരു വെളിപാട് ഇതുപോലെയായിരുന്നു. ക്രിസ്തു ശിഷ്യൻ യാത്രയ്ക്ക് പോകുമ്പോൾ സ്വർണമോ വെള്ളിയോ പണമോ വടിയോ ഉടുപ്പോ കൊണ്ടുപോകരുത്, അവൻ ചെരുപ്പും കൊണ്ടുപോകരുത്, 2 വസ്ത്രങ്ങളും കൊണ്ടുപോകരുത്. ഇങ്ങനെ അച്ഛൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഫ്രാൻസിസ് എഴുന്നേറ്റ് ഉച്ചത്തിൽ പറഞ്ഞു, ഇതാണ് എനിക്ക് വേണ്ടത്. ഞാൻ ഇത്രയും നാള് അന്വേഷിച്ചുകൊണ്ടിരുന്നത് ഇത് തന്നെയാണ്. ഇപ്പോഴത്തെ പരിശുദ്ധ പിതാവും ഫ്രാൻസിസ് പിതാവ് ഈ നാടുകളിലൊക്കെ നമ്മോട് ജീവിത ലാളിത്യത്തെക്കുറിച്ചും അസീസി പുണ്യവാന്റെ ആധ്യാത്മിക ചിന്തകളെക്കുറിച്ചുമൊക്കെ പലപ്പോഴും പഠിപ്പിക്കുന്നുണ്ട് എന്ന കാര്യവും കൂടെ നമ്മൾ ഓർക്കുമല്ലോ. അങ്ങനെ തിരുവചനങ്ങളെ നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാനായിട്ട് 2 ഉടുപ്പോ ചെരുപ്പോ നാണയങ്ങളോ ഒന്നും വേണ്ട. നമുക്ക് ഈശോ മാത്രം മതി. ഈശോയെ കൊടുക്കാൻ സാധിച്ചാൽ, ഈശോയെ കേൾക്കാൻ സാധിച്ചാൽ അതിനകത്ത് എല്ലാം ഉണ്ട്. ആ ഒരു വലിയ സന്ദേശം നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം. ഈ സന്ധ്യയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഒരു തിരുവചനം മാത്രമേ പങ്കുവയ്ക്കുന്നുള്ളൂ. അത് ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ പറയുന്ന യോഹന്നാൻ മാംദാനയെ കുറിച്ചുള്ള ഒരു ചിന്തയാണ്. മരുഭൂമിയിലെ ശബ്ദം. യോഹന്നാൻ മാംദാന മരുഭൂമിയിലെ ശബ്ദമാണ്. ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, യോഹന്നാൻ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ മരുഭൂമിയിലെ ശബ്ദമാണ്. അതുതന്നെയാണ് അദ്ദേഹത്തെ കേട്ട ആളുകളും എല്ലാവരും പറഞ്ഞത്. എന്താണ് മരുഭൂമിയിലെ ശബ്ദം? നമ്മൾ മരുഭൂമിക്കടുത്ത് താമസിക്കുന്നവരല്ലെങ്കിലും ഹൃദയത്തിൽ മരുഭൂമികളുണ്ട് എന്ന് പരിശുദ്ധ പിതാക്കന്മാർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. സ്നേഹം കുറഞ്ഞ്, പരിഗണന കുറഞ്ഞ് ഹൃദയ മരുഭൂമികൾ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഇവിടെ യോഹന്നാന് മരുഭൂമിയിലെ ശബ്ദമാണ് എന്ന് പറയുമ്പോൾ വാക്കുകൾ അപ്രസക്തവും ജീവിതം പ്രസക്തവുമായിട്ട് വരുന്ന ഒരു ക്രമത്തെക്കുറിച്ചാണ്. ശബ്ദം, ആ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് ആളിനെ മനസ്സിലാകും, അതിൻ്റെ കഴമ്പ് മനസ്സിലാകും, അതിൻ്റെ പ്രസക്തിയും മനസ്സിലാകും. അവിടെ ആ ശബ്ദത്തിനാണ് പ്രാധാന്യം. മരുഭൂമിയിലെ ശബ്ദം യോഹന്നാൻ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്വത്തും തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മരുഭൂമി ഒരു പ്രതീകമാണ്.
അത് ധീരന്മാർക്കും താപസന്മാർക്കും വിശുദ്ധന്മാർക്കും മാത്രം പറ്റുന്ന ഒരു സ്ഥലമാണ്. മരുഭൂമിയിൽ താമസിക്കുന്നവര് ജനഹിതം ഒരുപാട് നോക്കാറില്ല. എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഓരോരുത്തരും പറയുന്നതെല്ലാം ഞാൻ ചെയ്തു കൊടുക്കും. മരുഭൂമിയിൽ താമസിക്കുന്നവർക്ക് അതൊന്നും പ്രശ്നമല്ല. അവരുടെ ഓറിയന്റേഷനും അതല്ല. യോഹന്നാൻ മാംദാനായുടെ വ്യക്തിത്വവും അതായിരുന്നല്ലോ. ഒരിക്കൽ ഒന്ന് പറഞ്ഞു, പിന്നെ അത് മാറി, അല്ലെങ്കിൽ സൗകര്യപ്രദമായ ജീവിതത്തിൽ കയറി. ഇതൊന്നുമല്ല. എന്ത് കാണാൻ വേണ്ടി മരുഭൂമിയിൽ പോയി? കാറ്റത്തിളകുന്ന ഞാങ്ങണയോ അതുവിധം പറഞ്ഞു നടക്കുന്നവരോ അല്ലെങ്കിൽ പട്ടുവസ്ത്രം ധരിക്കുന്നവരെയോ? ഇതൊന്നുമല്ല. മരുഭൂമി നമ്മളുടെ ആധ്യാത്മിക ജീവിതത്തിന്റെ ഘാതലാണ്. താപസ ജീവിതത്തോട് ബന്ധപ്പെട്ടതാണ്. ക്രിസ്തീയതയുടെ അടിത്തറ തന്നെയാണ്. അതിനൊരു ദർശനമുണ്ട്. അത് സ്വർഗത്തിലേക്ക് നമ്മെ കടത്തിവിടുന്ന ഒരു പ്രത്യേക വഴിയാണ്. യോഹന്നാൻ മരുഭൂമിയിലെ ശബ്ദം എന്ന് പറയുമ്പോൾ അത് സ്വർഗത്തിന്റെ ഒരു കിളിവാതിൽ പോലെയാണ്. യോഹന്നാനെ കുറിച്ച് നമ്മൾ പഠിക്കുകയും കേൾക്കുകയും ഈശോ തന്നെ എത്രയോ പുകഴ്ത്തിയാണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ മിടുക്കനായിട്ട് ആരുമില്ല. അതാണ് ഈശോ പറഞ്ഞ കാര്യമാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു വലിയ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് യോഹന്നാന്. യോഹന്നാൻ മരുഭൂമിയിൽ നിന്ന് വന്നു. അദ്ദേഹത്തിന്റെ മാതാപിതാക്കള് അദ്ദേഹത്തെ മരുഭൂമിയിൽ കൊണ്ടുവിട്ടു. ഇന്നാണ് മാതാപിതാക്കൾ ഒരു കുഞ്ഞ് നടക്കാൻ തുടങ്ങുമ്പം എങ്ങനെയെങ്കിലും ഇംഗ്ലീഷ് മീഡിയത്തിൽ വിടണം, അല്ലെങ്കിൽ കേരളത്തിന് പുറത്തു കൊണ്ടുവിടണം. ഇതൊക്കെയാണ് നമ്മുടെ ചിന്ത. ആ മാതാപിതാക്കൾ ചെയ്ത് ഈ കുട്ടിയെ മരുഭൂമിയിൽ കൊണ്ടുവിട്ടു. അതാണ് വ്യത്യാസം. ദൈവത്തിന്റെ വഴിയിലൂടെ നടക്കുവാനുള്ള കഠിനമായ ഒരു പരീക്ഷണ ഭൂമിയിലേക്ക് കൊണ്ട് വിടുകയായിരുന്നല്ലോ. ആ ഒരു കടമ്പ നമ്മൾ കടക്കുന്നിടം വരെ, മരുഭൂമിയാകുന്ന ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുന്നിടം വരെ നമ്മൾ ഒരുപാട് ഒച്ചപ്പാടുകളിലും തിരക്കിലുമെല്ലാം ഇടപെട്ടുകൊണ്ടിരിക്കും. അഗസ്തീനോസ് പറഞ്ഞല്ലോ, ദൈവവചനം നമ്മിൽ വളരുമ്പോൾ നമ്മളുടെ വാക്കുകൾ മരിച്ച് വീണുകൊണ്ടിരിക്കും. വെർബോ ക്രഷെന്റ്, ദൈവത്തിന്റെ വാക്ക് നമ്മിൽ വേര് പിടിക്കുമ്പോൾ വെർബ ദെഫുസിയുണ്ട്, നമ്മൾ പറയുന്ന വാക്കുകൾ ക്രമേണ കുറയും. അവിടെയാണ് ശബ്ദം ഉണ്ടാകുന്നത്. ദൈവത്തിന്റെ വാക്കുകൾ നമ്മളുടെ മനസ്സിൽ കയറിക്കൂടി അതിലൂടെ നമുക്ക് ഒരു നല്ല ജീവിത മാതൃക കാട്ടിക്കൊടുക്കാനായിട്ട് സാധിക്കുമ്പോൾ അത് ശബ്ദമാണ്, അതൊരു സ്വരമാണ്. ആ സ്വരം കേട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമപ്പെടുത്താനായിട്ട് സാധിക്കും. യോഹന്നാൻ അത്ര കാർക്കശ്യത്തോടുകൂടി ജീവിച്ച ഒരു വ്യക്തിയാണല്ലോ. വളരെ വളരെ വ്യത്യസ്തനായ ഒരു വ്യക്തിയും ആഭിമുഖ്യങ്ങളും എല്ലാം ഉള്ള നമുക്കൊരു തരത്തിൽ പറഞ്ഞാൽ പൂർണ്ണമായിട്ട് ആർക്കും അനുകരിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹത്തിൻ്റെ അമ്മ വന്ധിയും അതോടൊപ്പം വാർദ്ധക്യത്തിലുമായിരുന്നപ്പോൾ പ്രായം ചെന്നവളും വന്ധിയുമായ സ്ത്രീയിൽ നിന്നാണ് യോഹന്നാൻ ജനിക്കുന്നത്. ഈശോ ജനിക്കുന്നതാകട്ടെ പ്രായം കുറഞ്ഞവളും കന്യകയുമായ സ്ത്രീയിൽ നിന്ന്. അവര് സ്വന്തക്കാരാണ്. അവരുടെ കണ്ടുമുട്ടലുകളെല്ലാം നമുക്ക് സുവിശേഷത്തിൽ പരിചയമുള്ളതാണ്. യോഹന്നാന്റെ സ്വരത്തിന്റെ ഒരു ചിന്ത കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവൻ വളരുകയും ഞാൻ ചെറുതാകുകയും ചെയ്യണം. സുവിശേഷത്തിലെ ഏറ്റവും നല്ല ഒരു സ്വരമാണത്. ഈശോ വളരണം, ഈശോയുടെ ചിന്തകള് നമ്മിൽ വേര് പിടിക്കണം. ഞാൻ വെറും ശബ്ദമാണ്, വഴി കാട്ടുന്നവൻ മാത്രമാണ്, വഴിയല്ല. വഴി ചൂണ്ടിക്കാണിക്കുന്നവൻ മാത്രമാണ്. എൻ്റെ സ്വരം കേട്ടാൽ നിങ്ങൾക്ക് ആ വഴിയിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും. അവനാണ് വളരേണ്ടത്. യോഹന്നാന്റെ ശിഷ്യന്മാർ വന്ന്
പരാതി പറഞ്ഞു, നമ്മളുടെ ആളുകളൊക്കെ ഈശോയുടെ കൂട്ടത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ, മണവാളൻ മണവാട്ടിയോട് സംസാരിക്കാൻ തുടങ്ങി. ഈശോ വന്നു, ഈശോയുടെ മണവാട്ടിയായ സഭ ജന്മമെടുക്കാൻ തുടങ്ങി. മണവാളൻ മണവാട്ടിയോട് സംസാരിക്കാൻ തുടങ്ങി. ഇനി ഞാൻ ചെറുതാകണം, ഞാൻ വെറും തോഴനാണ്. തോഴന് മണവറയിൽ സ്ഥാനമില്ല, അവിടെ കയറാൻ സ്ഥാനമില്ല, അവിടെ എത്തി നോക്കാനുള്ള അവകാശവുമില്ല. എൻ്റെ സ്ഥാനം കഴിഞ്ഞു. അതാണ് യോഹന്നാന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ശബ്ദം. മണവാളൻ മണവാട്ടിയോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ദൗത്യം തീർന്നു. ഞാൻ പിന്നെ വെറും ഒരു നോട്ടപ്പുള്ളിയായിട്ട് ഇവിടെ നിൽക്കുന്നതിൽ പ്രസക്തിയില്ല. ഞാൻ ഉദ്ദേശിച്ച കാര്യം നടന്നു കഴിഞ്ഞു. ആ ശബ്ദമാണ് നമ്മൾ കേൾക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ചിന്ത, യോഹന്നാൻ എന്ന ആ ശബ്ദം നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുമ്പോഴാണ് ഈശോയ്ക്ക് അവിടെ കയറി കൂടാൻ പറ്റുന്നത്, ഈശോ നമ്മിൽ വളരുന്നത്, നാമാകുന്ന ആ വ്യക്തി പിറകോട്ട് മാറുന്നത്, എൻ്റെ എന്നുള്ള ആ ചിന്ത തന്നെ കുറയുന്നത്, നമ്മളുടെ വാക്കുകളിലൂടെ ദൈവത്തിൻ്റെ വാക്കുകൾ പുറത്തു വരുന്നത്. നമ്മൾ ഈ സന്ധ്യയിൽ ഈ വചന പ്രഘോഷണമൊക്കെ കേൾക്കുമ്പോൾ നമ്മളിൽ കിട്ടേണ്ടതാണ്. മണവാളൻ മണവാട്ടിയോട് സംസാരിക്കുന്നത് എനിക്ക് കേൾക്കാം. ഞാനും അതിലൊരാളാണ്. മണവാട്ടിയായ സഭയിലെ ഒരാൾ ഞാനാണ്. ഞാൻ കർത്താവിനോട് സംസാരിക്കുന്നത് പോലെ അത്ര അടുപ്പം ഉണ്ടാകണം. എനിക്കത് കേൾക്കണം. ആ ശബ്ദമാണ് കേൾക്കേണ്ടത്. യോഹന്നാൻ നമുക്ക് നൽകുന്ന നിർദ്ദേശം അതാണ്. ഈ പ്രസംഗ പരമ്പരയിൽ നമുക്ക് യോഹന്നാനിലൂടെ കർത്താവിൻ്റെ ശബ്ദം കേൾക്കാൻ സാധിക്കട്ടെ. നമ്മൾ സംസാരിക്കുമ്പോൾ ഈശോയെക്കുറിച്ച് അറിയാവുന്ന ഒരാൾ എന്ന് മറ്റുള്ളവർ വിചാരിക്കട്ടെ. നമ്മുടെ വീടുകളിൽ കർത്താവിൻ്റെ ശബ്ദം മുഴക്കട്ടെ, വിശുദ്ധരുടെ ശബ്ദം മുഴക്കട്ടെ, അൽഫോൻസാമയെക്കുറിച്ച് സംസാരിക്കട്ടെ, കുഞ്ഞച്ചനെക്കുറിച്ച് സംസാരിക്കട്ടെ. അങ്ങനെ ആ സുവിശേഷത്തിൻ്റെ പാതയിൽ നമുക്ക് സഞ്ചരിക്കാനായിട്ട് പരിശ്രമിക്കാം. നിങ്ങളെ ഞാൻ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയ ബഹുമാനപ്പെട്ട വികാരിച്ചനെ നന്ദിയോടെ ഓർക്കുന്നു. ധാരാളം ആളുകൾ ഈ വചന സന്ധിയിലെത്തി. നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവിൻ്റെ ആശീർവാദം തന്ന് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ.